Dear students, today we are going to study an expression for a plane progressive wave. Wave can be categorized into two groups. One is progressive wave, another one is stationary wave. And let us start with a simple example of a progressive wave. Consider the case of water waves. We know that a water wave is formed when a small stone is dropped on the surface of a pond water. ഒരു പോണ്ട് വാട്ടർ സർഫസിൽ ഒരു ചെറിയ കല്ലെടുത്തിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാറ്റേണിനെയാണ് വാട്ടർ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഡിസ്റ്റർബൻസിൽ നിന്ന് തുടങ്ങുന്ന റിപ്പിൾസ് അത് എല്ലാ ഡയറക്ഷനിലേക്കും എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. എന്നിട്ട് ഈ വേവ്സ് അത് അതിന്റെ തീരം വരെയും പോകുന്നെങ്കിൽ, അതായത് അത് അതിന്റെ തീരം വരെയും യാതൊരു തര ഒബ്സ്റ്റക്കിൾസും ഇല്ലാതെ, യാതൊരുവിധ ഡാമ്പിങ്ങും ഇല്ലാതെ അത് സോഴ്സിൽ നിന്ന് അതിന്റെ തീരം വരെ മൂവ് ചെയ്ത് പോകുന്നെങ്കിൽ അതിന് ഒരു പ്രോഗ്രസീവ് വേവ് എന്ന് പറയാം. Then consider another example. ഒരു ബെല്ല് റിങ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സൗണ്ട് വൈബ്രേഷൻ, അതായത് ഒരു ബെല്ലിൽ നിന്നും ചുറ്റുമുള്ള എയർ മീഡിയത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സൗണ്ട് വൈബ്രേഷൻ ആ മീഡിയത്തിലൂടെ വളരെ ദൂരെ ഉള്ള സ്ഥലത്തേക്ക്, വളരെ ദൂരേക്ക് അതൊരു യാതൊരു വിധത്തിലുള്ള ഒബ്സ്റ്റക്കിൾസും അല്ലെ ഡാമ്പിങ്ങും ഒന്നും കൂടാതെ മൂവ് ചെയ്യുന്നെങ്കിൽ അതിനെ ഒരു പ്രോഗ്രസീവ് വേവ് എന്ന് പറയാം. ഇനി ഈ സൗണ്ട് വേവ് അതിന്റെ പാത്തിൽ, അതിന്റെ മാർഗത്തിൽ ഏതെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നെങ്കിൽ, അതായത് ഇഫ് ദർ വിൽ ബി സം wall or some body present in their path, so that the wave will be reflected back to the source, then അപ്പോൾ അതൊരു പ്രോഗ്രസീവ് വേവ് അല്ല. അതേസമയം സോഴ്സിലേക്ക് റിട്ടേൺ ചെയ്യാതെ സോഴ്സിൽ നിന്ന് എമർജ് ചെയ്യുന്ന വേവ് അതിന്റെ പാത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഒബ്സ്റ്റക്കിൾസും അല്ലെങ്കിൽ ഡാമ്പിങ്ങും ഒന്നും ഇല്ലാതെ വളരെ ദൂരേക്ക് അതിന്റെ എനർജി തീരുന്നത് വരെ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് ഒരു പ്രോഗ്രസീവ് വേവ്. That is, a plane progressive wave is one which travels onwards through the medium in a given direction without attenuation. Progressive wave നെ traveling wave എന്നും പറയാം. A progressive wave or traveling wave may be transverse or longitudinal. There exists a successive phase difference between any two successive particles of the medium. It is an undamped wave because its amplitude, it is a constant along the direction of propagation. അതായത് ഒരു പ്രോഗ്രസീവ് വേവ് എന്ന് പറയുമ്പോൾ ആ പ്രോഗ്രസീവ് വേവിന്റെ പ്രൊപ്പഗേഷൻ ഇങ്ങനെയാണ്, ഇതുപോലെ കോൺസ്റ്റന്റ്, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതേസമയം ഇത് ഒരു പ്രോഗ്രസീവ് വേവ് അല്ല, കാരണം ഇവിടെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് അല്ല. അതേസമയം ഇവിടെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോഗ്രസീവ് വേവ് ആണ്, അല്ലെങ്കിൽ അൺഡാംപ്ഡ് വേവ് ആണ്. ഇവിടെ വേവിന് ഡാമ്പിങ് സംഭവിച്ചു, അതുകൊണ്ട് ഇത് ഒരു പ്രോഗ്രസീവ് വേവ് അല്ല. Then the progressive wave, it is a plane wave since the amplitude is constant everywhere. That is, the amplitude does not changes with distance, and hence it is a plane wave. Then in the case of progressive wave, the disturbance is sinusoidal and continuous forever. Then the progressive wave, it is a mathematically idealized wave. ശരിക്കും ഈ പ്രോഗ്രസീവ് വേവ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഒരു വേവിന് ഒരു അറ്റന്യൂവേഷനും അല്ലെങ്കിൽ അതിന്റെ പാത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഒബ്സ്റ്റക്കിൾസും അല്ലെ ഡാമ്പിങ്ങും ഇല്ലാതെ മൂവ് ചെയ്യുവാണ്. അതൊരു മാത്തമാറ്റിക്കലി ഐഡിയലൈസ്ഡ് വേവ് ആണ്. അപ്പോൾ ഇതാണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. അതായത് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് is one which travels onwards through the medium in a given direction without attenuation. That is, its amplitude is constant along the direction of propagation, and the disturbance is sinusoidal and continuous forever. Then next we are finding an expression for the plane progressive wave. For that, consider a wave which is originating from a point O. In the figure, as shown in the figure, we are considering a wave in which
It is originating from a point O. ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഈ വേവ് P എന്ന് പറയുന്ന പോയിന്റിൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് at an instant of time t is equal to 0. Then P യിൽ എൻഡ് ചെയ്യുമ്പോൾ ഉള്ള ടൈം t ഇൻസ്റ്റന്റിലാണ്. ഇനി O തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. ഈ വേവിന്റെ വെലോസിറ്റി v ആണ്. ഈ വേവ് പോസിറ്റീവ് x ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണ്. Then ഈ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് y ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് വേവ് മീഡിയത്തിലായാലും രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ. ഒന്ന് ഒരു മീൻ പൊസിഷനിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നു. മീൻ പൊസിഷനിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മോഷനാണ് ഏത് മീഡിയത്തിലും വേവ് പാർട്ടിക്കിൾസിനുള്ളത്. ഒന്നുകിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ. അതിനാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റിന് it can be represented as a function of time because at a particular point അത് mean position ആയിരുന്നു, at a particular instant മീനിലായിരുന്നു, then അടുത്ത ഇൻസ്റ്റന്റിൽ അത് എക്സ്ട്രീമിലേക്ക് പോകുന്നു, വീണ്ടും മീനിലേക്ക് വരുന്നു. ഇങ്ങനെ ടൈമിന് ഡിപ്പെൻഡിങ് ഫംഗ്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. then ഇവിടെ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡിസ്റ്റർബൻസ് P എന്ന് പറയുന്ന പോയിന്റിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ O യിൽ നിന്ന് t is equal to 0 സെക്കൻഡിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് P യിൽ ഒരു t ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലാണ് എത്തുന്നത്. O യിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. വേവിന്റെ വെലോസിറ്റി v ആണെങ്കിൽ O യിൽ നിന്ന് P വരെ എത്തുന്നത് x by v സെക്കൻഡ്സുകൾക്ക് ശേഷമാണ്. Therefore ഈ O യിലെ ഡിസ്പ്ലേസ്മെന്റും P യിലെ ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ this is the displacement at this point. Here O എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റും P എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ O യിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന് it can be represented as a function of time. At the same time, in a wave, the displacement means it's a periodic one. പീരിയോഡിക് ആണ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നവനെയാണ് പീരിയോഡിക് എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, ഒരു കോളം വൈസും റോ വൈസും അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എലമെന്റ്സിന്. അവിടെ ഇങ്ങനെ റിപ്പീറ്റഡ് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് അതുകൊണ്ട് തന്നെ പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് വിത്തിൻ എ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. അതിനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേവിന്റെ കേസിൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ അല്ലെ പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ എനിവ അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ അത് പീരിയോഡിക് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പീരിയോഡിക് മോഷന് പീരിയോഡിക് ഫങ്ഷൻസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സിനുസോയിഡൽ ഫങ്ഷൻസ്. ഇപ്പൊ സൈൻ ഓർ കൊസൈൻ ഫങ്ഷൻസ് ആർ സിനുസോയിഡൽ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് y can be represented in terms of sine or cosine function. That is y is equal to a sin omega t, where a is called the amplitude of the wave. Amplitude എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, it's the maximum displacement. Here y is equal to a sin omega t. Y is the displacement at a time t, a is its amplitude and omega is the angular velocity. Then if v is the wave velocity, then the disturbance produced at O will reach the point P at a distance x after a time x by v seconds. P O യിൽ ഉണ്ടായ ഡിസ്റ്റർബൻസ് x by v സെക്കൻഡ്സുകൾക്ക് ശേഷം P യിൽ ഉണ്ടാവും. അതാണ് വേവിന്റെ പ്രോപ്പർട്ടി. ഇനി ഈ P യിലെ ഡിസ്പ്ലേസ്മെന്റും O യിലെ ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. അതുകൊണ്ട് തന്നെ t ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ P യിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിന് t is equal to 0 ടൈമിൽ O യിലുള്ള ഡിസ്പ്ലേസ്മെന്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. That is, the displacement y of the particle at P at any instant time t will be given by y is equal to a sin omega into t minus x by v, where t is the instant of time at which the disturbance reaches at the point P and x by v എന്ന് പറയുന്നത് O യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഡിസ്റ്റർബൻസ് P യിൽ എത്താൻ എടുക്കുന്ന സമയം x by v seconds. അപ്പോൾ നെറ്റ് ടൈം എന്ന് പറഞ്ഞാൽ t minus x by v ആയിരിക്കും. So this is the equation of a simple harmonic wave traveling with a velocity v
along the positive direction of x-axis. And similarly, the equation for a simple harmonic wave which is moving in the negative direction of the x-axis can be represented as y is equal to a sin omega t plus x by v. Here the x will be replaced with minus x and hence it will be t plus x by v. If t is the period, then omega is equal to 2 pi by t. Then consider the equation y is equal to a sin omega into t minus x by v. ഒമേഗയ്ക്ക് പകരം 2 pi by t എടുക്കുന്നു. 2 pi by t into t minus x by v. അതാണ് ഇക്വേഷൻ. a sin 2 pi by t into t minus x by v. ഇനി ഈ ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. അതായത് ഇവിടെ 2 pi by t ഇല്ല, ഈ 1 by t ബ്രാക്കറ്റിനകത്തേക്ക് എടുക്കുന്നു ആ ടൈം. 2 pi by t ഇല്ല, 1 by t ബ്രാക്കറ്റിനകത്തേക്ക് എടുക്കുന്നു. ദാറ്റ് ഈസ് y is equal to a sin 2 pi into t by t minus x by vt എന്ന് കിട്ടും. അപ്പോൾ x by vt. a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ്, ക്യാപിറ്റൽ T പീരീഡ്, x ഡിസ്റ്റൻസ്, v is the velocity. But we know that the frequency is related to the velocity by frequency is equal to velocity by wavelength. And also frequency is equal to 1 by period. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 by t is equal to v by lambda എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ v into t is equal to velocity into period is equal to lambda എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ ഇക്വേഷനിലെ vt ക്ക് പകരം ലാംഡ എന്ന് എഴുതാം. ദാറ്റ് ഈസ് അതാണ് അടുത്ത ഇക്വേഷൻ. ദാറ്റ് ഈസ് y is equal to a sin 2 pi into t by capital T minus x by lambda. ദാറ്റ് ഈസ് അതാണ് അടുത്ത ഇക്വേഷൻ. y is equal to a sin 2 pi into t by t minus x by lambda, where lambda is vt. And lambda is called the wavelength of the wave. Then ഇനി ഈ ഇക്വേഷൻ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നോക്കുക. a sin 2 pi into t by t minus x by lambda. ഈ ടേമിൽ നിന്ന് ഈ ലാംഡ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നു. ദാറ്റ് ഈസ് then the equation will be y is equal to a sin 2 pi by lambda. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ ലാംഡ ബ്രാക്കറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന് പകരം ഫസ്റ്റ് ടേമിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. That is lambda into t divided by t minus x. ഇതാണ് കിട്ടുന്നത്. അതായത് ഈ ഇക്വേഷനിൽ 1 by lambda ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നു. Then equation will become, that is y is equal to a sin 2 pi by lambda into inside the bracket lambda by t. ലാംഡ ബൈ ടി ഇക്വേഷനകത്തുനിന്ന് ലാംഡ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ലാംഡ ബൈ ടി ആണ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും v. ദാറ്റ് ഈസ് വെലോസിറ്റി v ഇൻറ്റു ടി മൈനസ് എക്സ്, വി ടി മൈനസ് എക്സ്. അതാണ് അടുത്ത ഇക്വേഷൻ വന്നത്. ദാറ്റ് ഈസ് y is equal to a sin 2 pi by lambda into vt minus x. This is the expression for a plane progressive wave. ഇനി ജനറൽ ആയിട്ട് നമുക്ക് ഇക്വേഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? y is equal to a sin omega t minus kx. omega t minus kx എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലെ 2 pi by lambda. That is y is equal to a sin 2 pi by lambda ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. That is 2 pi vt divided by lambda minus 2 pi by lambda into x എന്ന് കിട്ടുന്നു ഇക്വേഷനിലെ കിട്ടുമ്പോൾ. ദാറ്റ് ഈസ് 2 pi by lambda into vt minus 2 pi by lambda into x എന്ന് കിട്ടുന്നു. ഇതിൽ 2 pi into v by lambda എന്ന് പറയുന്നത്, ഈ v by lambda എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് അപ്പോൾ ഈ ഫസ്റ്റ് ടൈം എന്ത് കിട്ടും? 2 pi ഫ്രീക്വൻസി ഇൻറ്റു ടി എന്ന് കിട്ടുന്നു. മൈനസ് അടുത്ത 2 pi by lambda എന്ന് പറയുന്നത് k എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലേ, പ്രൊപ്പഗേഷൻ വെക്ടർ ആണ്, k ഇൻറ്റു എക്സ് എന്ന് കിട്ടും.
that is 2 pi nu t minus kx എന്ന് കിട്ടുന്നു. 2 pi nu is called the omega, that is omega t minus kx എന്നത് കിട്ടും. ഇതാണ് ഇക്വേഷൻ കിട്ടുന്നത്, ഇങ്ങനെ വരുന്നത് omega t minus kx plus phi എന്ന് പറയുന്നത് ഫേസ് കോൺസ്റ്റന്റ് ആണ്. ഇനി ഈ velocity of the wave we can be represented as omega by k, because ഒമേഗ എന്ന് പറയുമ്പോൾ ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് വേവ് വെലോസിറ്റി ആയിരിക്കും. കാരണം ഒമേഗ എന്ന് പറയുന്നത് 2 പൈ ടൈംസ് ഫ്രീക്വൻസി ആണ്. കെ എന്ന് പറയുന്നത് 2 പൈ ബൈ ലാംഡയാണ്. അപ്പോൾ 2 പൈയും 2 പൈയും കൂടെ ക്യാൻസൽ ആകുന്നു, ബാക്കി കിട്ടുന്നത് ന്യൂ ലാംഡയാണ്. അപ്പോൾ ന്യൂ ലാംഡ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ that is the velocity of the wave v is equal to omega by k എന്ന് represent ചെയ്യാം. Omega by k, that is wave velocity v is equal to omega by k, that is angular velocity divided by the propagation vector. അപ്പോൾ ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് y is equal to a sin 2 pi by lambda into vt minus x. Y is the displacement of the particle and a is the amplitude and lambda is the wavelength of the wave and v is the wave velocity and x is the distance traveled by the wave. Next is the problem. A progressive harmonic wave in a string is given by y is equal to 3 sin 2 pi into 0.02x minus 25t with the length expressed in centimeter and time in seconds. Find the amplitude, frequency and velocity of the wave. It's a university question. The equation given is y is equal to 3 sin 2 pi into 0.02x minus 25t ആണ്. നമ്മളിപ്പോൾ പഠിച്ച വേവ് ഇക്വേഷൻ, ഇതേ ഫോമിലുള്ള വേവ് ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം y is equal to വേവ് ഇക്വേഷൻ a sin 2 pi. ഇപ്പോൾ പഠിച്ച വേവ് ഇക്വേഷനിൽ ഫസ്റ്റ് x വരുന്ന ടൈം നോക്കുക, that is x by lambda minus t by t. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് ഇതേ ഫോമിലുള്ള. ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഫസ്റ്റ് കാണാം. ആംപ്ലിറ്റ്യൂഡ്, the amplitude a will be, ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ a will be 3, that is the amplitude is 3 centimeter and the wavelength, next is finding out wavelength. Here the 0.02x equal to x by lambda. Therefore in this equation and the x will cancel, that is lambda will be 1 by 0.02, that is lambda value will be 50 centimeter, 50, that is the wavelength lambda is 50 centimeter. And also the time period, we have to find out the time period from this equation, that is time period t is equal to, in this equation 25t and t by t are comparable, that is 25t is equal to t by t. Therefore the t will be 1 by 25, that is 0.04 seconds. Time period is 0.04 second. Therefore the frequency will be, therefore the frequency nu is equal to 1 by period, that is equal to 1 by 0.04, that is 25 hertz. 25 hertz. Next is the velocity of the wave, wave velocity. അപ്പോൾ frequency ഉണ്ട്, ലാംഡ വേവ് ലെങ്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേവ് വെലോസിറ്റി കാണാം. വേവ് വെലോസിറ്റി v is equal to frequency nu into wave length, that is frequency എന്ന് പറയുന്നത് 25 ആണ് into wave length എന്ന് പറയുന്നത് 50 ആണ്, that is 1250.
സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ പ്രോബ്ലത്തിൽ യൂണിറ്റ് എല്ലാം അത്യാവശ്യമാണ്, യൂണിറ്റ് ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കിട്ടി 3 സെന്റിമീറ്റർ, ഫ്രീക്വൻസി 25 ഹെർട്സ് ആൻഡ് വേവ് വെലോസിറ്റി 1250 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇത് മീറ്റർ വേണേ കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 12.5 മീറ്റർ പെർ സെക്കൻഡ്. 12.5 മീറ്റർ പെർ സെക്കൻഡ്. എനിവേ ഇത്രയുമാണ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ കുറിച്ച് പഠിച്ചത് നമ്മൾ.